അൻസിബയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയ ഒരു സമയത്താണ്. ബിക്കോസ് ഒരുപാട് വാചാലിയായിട്ട് സംസാരിക്കുകയും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ചോദിച്ചറിഞ്ഞ ഒരാളും കൂടിയാണ്. ആ ഷോട്ട് എങ്ങനെയാണ് എടുത്ത് രജിത്ത്, ഈ ഷോട്ട് എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നേ ഞാൻ ചോദിച്ചു, എന്താ പറയുക, ടെക്നിക്കൽ ലെവലിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഡയറക്ടറൊക്കെ ആവുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞു, ഡെഫിനറ്റ്ലി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാണ്, ഞാൻ ഇനി അതിലേക്ക് കടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ, അത്തരത്തിലുള്ളൊരു ടെക്നിക്കൽ ആസ്പിറേഷൻ, ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ എന്നുള്ള സംഭവമൊക്കെ എങ്ങനെയാണ് മനസ്സിൽ വന്നത്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ്, ആൻഡ് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുക? സംവിധായകയാവുന്നൊക്കെയുള്ള വലിയ അതെ, റോഷനെ ആ സിനിമയിൽ പരിഗണിക്കണം കേട്ടാ സംവിധായകമാകുമ്പോൾ. രജത്തും ഞാനും റിയാസ്ക ഞങ്ങളെല്ലാവരും ഒരു ആ ഷോയിലൂടെയാണ് ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടത്. രജത്ത് ഇത് ഒരുപാട് 3-4 വീഡിയോ ആൽബം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചു തരും. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ ഷോട്ട് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ. ലാസ്റ്റ് അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. സെറീന വഹാബ് മാം ആയിരുന്നു അതിൽ അഭിനയിച്ച്. അപ്പോൾ അതിൽ സെറീന വഹാബ് മാം ആണ് അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ഞാൻ അവരെപ്പോഴാണ് വരിക, എപ്പോഴാണ് ഷൂട്ട്, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വരട്ടെ രജത്ത്. അപ്പോൾ പറഞ്ഞു നീ വാ. അപ്പോൾ ആ സമയത്ത് വെച്ച് ഞാൻ വേറെ എവിടെ പോയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുക, എന്താ എങ്ങനെ അങ്ങനെ ഒരു അംബിഷൻ ഉണ്ട് അൻസിബയ്ക്ക്? ആരെ പറഞ്ഞാൽ സ്വപ്നം കാണുന്നതിനും ആഗ്രഹിക്കുന്നതിനും ഒന്നും പ്രത്യേകിച്ചൊരു പരിധിയുടെയും പരിമിതിയുടെ ആവശ്യമില്ല. അല്ല, ഞാൻ എഴുതാറുണ്ട്. എഴുതുന്ന കവിതയൊക്കെ എഴുതാറുണ്ടെന്ന് കേട്ടെ. കവിതാരചനയ്ക്ക് എനിക്ക് പക്ഷേ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, മിസ് എനിക്ക് മലയാളത്തിന് എപ്പോഴും നല്ല മാർക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ മിസ് വിചാരിച്ചു ഞാൻ ഭയങ്കര കവിയത്രിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് കവിത എഴുതാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പ്രകൃതി എനിക്ക് സബ്ജക്ട്, പ്രകൃതിയോടാണ് അല്ല പ്രകൃതി എനിക്ക് സബ്ജക്ട് ടീച്ചർ തന്നതാ. ഞാൻ എങ്ങനൊക്കെ ഇരുന്ന് എഴുതിയിട്ടും ഞാൻ കഥ എഴുതും, പക്ഷെ എനിക്ക് കവിത എഴുതാൻ കുറച്ചുകൂടെ വാക്കുകൾ അറിയണം, പര്യായ പദങ്ങളും പിന്നെ ഉൽപ്രേക്ഷ, ഉപമ, കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, വൃത്തം. അപ്പൊ ഇതൊക്കെ നോക്കി ചെയ്യാനുള്ളൊരു കഥ എഴുതി വല്ലതും പബ്ലിഷ് ചെയ്തോ? ഇല്ല. ആരെ കൊണ്ടെങ്കിലും വായിപ്പിച്ചോ? എത്ര പേരാണ്, ആരാണ് ആ വായനക്ക് ഇരയാകുന്ന ആൾക്കാർ? ആദ്യം വായനക്ക് ഇരയാവുന്നത് എൻ്റെ ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി, എൻ്റെ ഫ്രണ്ട്സ്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യണം മനസ്സിലാ? ഫ്രണ്ട്സ് ഒക്കെ പറയും പബ്ലിഷ് ചെയ്തൂടെ എന്നൊക്കെ. അപ്പൊ ഞാൻ എത്ര കഥയുണ്ട് ഇപ്പൊ കയ്യിൽ? ഒരു 10-15 കഥയുണ്ടോ? 10-15 ഒന്നുമില്ല. എഴുതിയാൽ അധികം കഥ ഞാൻ തന്നെ കൊണ്ടുപോയി കളയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വായിച്ചേക്കും, അയ്യേ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കളയും. അപ്പൊ ഉമ്മ ഏതെങ്കിലുമൊക്കെ എടുത്തു വെക്കും. ആ എടുത്തു വെച്ച 1-2 എന്തായാലും നമുക്ക് അൻസിബയുടെ കഥകൾ വൈകാതെ നമുക്ക് വാരികളിലൊക്കെ വായിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് ഉർവശി ചേച്ചി വായിച്ചിട്ട് ഉർവശി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉർവശി ചേച്ചി അത് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ചെറിയ കാര്യമൊന്നും